നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജയറാമിന്റെയും മാധുരിയുടെയും പ്രവൃത്തിക്ക് യാതൊരു ന്യായീകരണവുമില്ല. എത്ര മനസ്സുകൾ കീറി നോവിച്ചാണ് അവർ ആ ഒരു കാര്യം ചെയ്തത്. നന്ദിനിയുടെ ഒരു കൊലപാതകമല്ലേ വാസ്തവത്തിൽ അവർ നടത്തിയത്? പറഞ്ഞു മടുത്ത വിഷയം മുത്തശ്ശ. എനിക്കത് ഇപ്പോഴും പുതിയ വിഷയമാണ്. 2 കുടുംബങ്ങളാ അവർ തകർത്ത് കളഞ്ഞത്. മാതാപിതാക്കളുടെ വേദന അവർക്ക് മാത്രമേ മനസ്സിലാവൂ. പോട്ടെ, മറക്കാൻ എത്ര ശ്രമിച്ചാലും ആ ഓർമ്മകൾ തികട്ടി വരും. മാധുരിയുടെ മരണം പോലും ജയറാം എന്നെ അറിയിച്ചില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഞാൻ പിന്നെ പോലീസ് ആയതുകൊണ്ട് വിവരം പിറ്റേ ദിവസം തന്നെ അറിഞ്ഞു. പക്ഷേ ആരോടും പറഞ്ഞില്ല. ഞാൻ പറയാൻ ഒരുമ്പെട്ട കാര്യം മറ്റൊന്നായിരുന്നു. മാധുരി മരിച്ചത് വസുപഞ്ചക ദോഷത്തിലാ. വസുപഞ്ചകത്തിൽ മരിച്ചാൽ ആ മരിച്ചവരുടെ കുടുംബത്തിൽ തുടരെ 5 മരണങ്ങൾ നടക്കുമെന്ന ജ്യോതിഷവിധി. അതിനെന്താ പ്രതിവിധി ചെയ്യേണ്ടത് അച്ഛാ? 2 കുടുംബങ്ങളിലും അതിന്റെ ദോഷം സംഭവിച്ചേക്കാം. പക്ഷേ പരിഹാര കർമ്മങ്ങളുണ്ട്, അത് ചെയ്യണം. 18 വർഷങ്ങൾ ഞാൻ എൻ്റെ മകളെ അന്വേഷിച്ചിട്ടില്ല. അവൾ എന്നെ തിരക്കിയതുമില്ല. സ്നേഹിച്ചു വളർത്തിയ ഒരച്ഛന് മകൾ കൊടുത്ത പാരിതോഷികമായത്. അവളെക്കുറിച്ച് എന്നെ അറിയിച്ചിട്ടുമില്ല. ഇപ്പോ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാ 10-17 വയസ്സുള്ള എൻ്റെ കൊച്ചുമകളെ ഞാൻ കാണുന്നത്. മനുഷ്യരെ ഏതൊക്കെ തരത്തിലാണ് ഓരോന്ന് വേട്ടയാടുന്നത് അല്ലേ? ചെറുവിരലിൽ തൂങ്ങി നടക്കുന്ന കൊച്ചുമക്കളുമായി മുറ്റത്തും പറമ്പത്തും കറങ്ങി നടക്കുന്ന ഒരു മുത്തച്ഛന്റെ സ്വപ്നം. പേരക്കുട്ടികൾക്ക് പ്രകൃതിയും പൂക്കളും കാണിച്ചു കൊടുത്ത് അവർക്ക് സാരോപദേശ കഥകൾ പറഞ്ഞു കൊടുത്ത് വളർത്തണമെന്ന സങ്കല്പം. വിചാരിക്കുന്നതിന് വിപരീതമായി സംഭവിക്കുന്നതാണല്ലോ നമ്മൾ വിധി വിളയാട്ടമെന്നൊക്കെ പറയുന്നത്. ഇതും അതുതന്നെ. ഇന്ദ്രജ ഇന്ന് എത്തും. അവൾ വരുമ്പോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എന്റെ മാധുരി ഈ മുറിക്കകത്ത് നിറഞ്ഞു നിൽക്കും പോലെ ഇവിടെ മൊത്തം എന്റെ അമ്മയുടെ സുഗന്ധമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.